നെക്സ്റ്റ് ഫിസിക്കൽ പാരാമീറ്റർ ആണ് ടെർബിഡിറ്റി. Turbidity is the measure of resistance offered by the particle present in the water to passage of light through water. Means വെള്ളത്തിലൂടെ പ്രകാശം കടത്തിവിടുന്നതിനെതിരെ വരുന്ന റെസിസ്റ്റൻസിൻ്റെ മെഷറിനെയാണ് ടെർബിഡിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിംപ്ലി ഒപ്പാക്നെസ് ഓഫ് വാട്ടർ ഈസ് നോൺ ആസ് ടെർബിഡിറ്റി. ഇപ്പോൾ നമുക്ക് വെള്ളത്തെ നല്ല ക്ലിയർ ആയിട്ട് വിസിബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നല്ല ക്ലിയർ ആയിട്ട് വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിന് ടെർബിഡിറ്റി കുറവാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അതിൽ പാർട്ടിക്കിൾ വെളിച്ചത്തെ കടത്തിവിടാൻ റെസിസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ കുറവായിരിക്കും. ഈ ടെർബിഡിറ്റി വാട്ടറിൽ കോസ് ചെയ്യുന്നത് സസ്പെൻഡഡ് സോളിഡ്സും കൊളോയിഡൽ സോളിഡ്സുമാണ്. ടെർബിഡിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് റെസിസ്റ്റൻസ് ഓഫ് ലൈറ്റ്, രണ്ടാമത് സർഫസ് ഏരിയ ആൻഡ് മൂന്നാമതായിട്ട് പാർട്ടിക്കിൾ സൈസ്. ടെർബിഡിറ്റി കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. ടെർബിഡിറ്റി കൂടുകയാണെങ്കിൽ സർഫസ് ഏരിയ കൂടുമ്പോൾ ടെർബിഡിറ്റി കൂടും. വേറിൻ പാർട്ടിക്കിൾ സൈസ് കുറയുമ്പോൾ ടെർബിഡിറ്റി കുറയുക ചെയ്യുക. സ്മോൾ കറക്ഷൻ, ടെർബിഡിറ്റി കുറയുമ്പോൾ പാർട്ടിക്കിൾ സൈസ് കൂടും. മീൻസ് റെസിസ്റ്റൻസ് ഓഫ് ലൈറ്റിനും സർഫസ് ഏരിയയ്ക്കും ടെർബിഡിറ്റിയായിട്ട് ഡയറക്റ്റ് റിലേഷനാണുള്ളത്. വേറിൻ സൈസ് ഓഫ് ദി പാർട്ടിക്കിളിന് ടെർബിഡിറ്റിയുമായിട്ട് ഇൻവേഴ്സ് റിലേഷനാണ്. മൈന്യൂട്ട് പാർട്ടിക്കിളുടെ amount increase ചെയ്യുകയാണെങ്കിൽ turbidity decrease ചെയ്യും. So colloidal solids are more turbid than suspended solids. Dissolved solids does not exhibit this nature because these are molecular in state. മീൻസ് നമ്മൾ നേരത്തെ കണ്ടത് ഡിസോൾവ് സോളിഡ്സ് കളർ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. എന്നാൽ ടെർബിഡിറ്റിയിൽ ഡിസോൾവ് സോളിഡ്സിന് ഒരു എഫക്റ്റും ഇല്ല. ടെർബിഡിറ്റി മെഷർ ചെയ്യുന്നത് സിലിക്ക സ്കെയിലിലാണ്. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ടെർബിഡിറ്റി യൂണിറ്റിലാണ്, TU. ഒരു TU എന്താണെന്ന് വെച്ചാൽ 1 മില്ലിഗ്രാം ഫൈൻലി സിലിക്ക മിക്സ് ചെയ്യുന്ന 1 ലിറ്റർ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ, എന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെർബിഡിറ്റി എത്രയാണോ അത്രയാണ് 1 സ്റ്റാൻഡേർഡ് ടെർബിഡിറ്റി യൂണിറ്റ്. അങ്ങനെയാണ് ടെർബിഡിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്, TUയെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഒരു സ്കെയിൽ പ്രിപ്പയർ ചെയ്തത് ജാക്സൺ ആണ്. അതുകൊണ്ട് ഇതിനെ JTU എന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. JTU എന്താണെന്ന് വെച്ചാൽ ജാക്സൺ ടെർബിഡ് യൂണിറ്റ്. ടെർബിഡിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസിനെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനനുസരിച്ച് രണ്ട് തരത്തിൽ തരംതിരിക്കാൻ പറ്റും. ഫസ്റ്റ് ടൈപ്പ് ഡിവൈസസ് വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലൈറ്റ് അബ്സോർപ്ഷനാണ്. എന്നാൽ സെക്കൻഡ് ടൈപ്പ് വർക്ക് ചെയ്യുന്നത് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ലൈറ്റ് സ്കാറ്ററിങ്. ഇതിൽ ഫസ്റ്റ് ടൈപ്പിന് എക്സാമ്പിളാണ് ജാക്സൺ ടെർബിഡി റോഡ്, ജാക്സൺ ടെർബിഡി മീറ്റർ, ബെയ്ലീസ് മീറ്റർ, ഹിലിക് മീറ്റർ. ഇവ നാലും ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായും ടെർബിഡിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസ് വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലൈറ്റ് സ്കാറ്ററിംഗ് ആണ്. ഇത്തരത്തിൽ ഡിവൈസസിനെ പറയുക നെഫ്യൂലോമീറ്റർ എന്നാണ്. ഈ ഒരു മെഷറിംഗ് ഡിവൈസ് കൊണ്ട് വെരി ലോ ടെർബിഡിറ്റി വരെ വെരി ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷനിൽ നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ സാധിക്കും. സോ നെഫ്യൂലോമീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്ന ടെർബിഡിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് NTUയിലാണ്. NTU എന്താണെന്ന് വെച്ചാൽ നെഫ്യൂലോമെട്രിക് ടെർബിഡി മീറ്റർ. ഇതിൽ 1 യൂണിറ്റ് NTU എന്താണ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് 1 മില്ലിഗ്രാം ഓഫ് ഫോർമസൈൻ പോളിമർ മിക്സ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ടെർബിഡിറ്റി പ്രൊഡ്യൂസ്ഡ് ഈസ് നോൺ ആസ് 1 NTU. ഇങ്ങനെയാണ് ഒരു NTU നെഫ്യൂലോമെട്രിക് ടെർബിഡി മീറ്റർ യൂണിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡിൽ ടെർബിഡിറ്റി ലൈ ഇൻ ബിറ്റ്വീൻ 5 to 10 TU. നാലാമതായി വരുന്ന ഫിസിക്കൽ പാരാമീറ്ററാണ് ഓർഡർ ആൻഡ് ടേസ്റ്റ്. ടേസ്റ്റ് മെഷർ ചെയ്യാൻ പ്രത്യേകമായിട്ട് ടെസ്റ്റൊന്നും ഇല്ല. ഇതിപ്പം ഇഫ് വാട്ടർ സ്മെൽ ബാഡ് ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ഇറ്റ് ഹാസ് ബാഡ് ടേസ്റ്റ്. അങ്ങനെയാണ് നാം കോമണായി മനസ്സിലാക്കാറ്. ഓർഡർ മെഷർ ചെയ്യുന്ന ഡിവൈസാണ് ഓസ്മോസ്കോപ്പ്. ഇത് മെഷർ ചെയ്യുന്നത് TON എന്ന ടേമിലാണ്. TON എന്താണെന്ന് വെച്ചാൽ ത്രഷോൾഡ് ഓർഡർ നമ്പർ. ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡിൽ ത്രഷോൾഡ് ഓർഡർ നമ്പർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇതാണ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഓർഡറിൻ്റെ. ടേസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് FTN എന്താണെന്ന് വെച്ചാൽ ഫ്ലേവേർഡ് ത്രഷോൾഡ് നമ്പർ. ഈ ഒരു ഫ്ലേവേർഡ് ത്രഷോൾഡ് നമ്പറിൻ്റെ ടേമിലാണ് ടേസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത്രയാണ്
ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ 4 ഫിസിക്കൽ പാരാമീറ്റേഴ്സിൻ്റെയും ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഞാൻ ഒന്നുകൂടി പറയാം. ടെമ്പറേച്ചർ ഷുഡ് ലൈ ബിറ്റ്വീൻ 10 degree Celsius to 20 degree Celsius. Color 5 to 20 cu. DT 5 to 10 tu. And threshold order number should be less than or is equal to 3. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.